ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു രാവൺ. നമ്മൾ വ്ളോഗ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്നാൽ ഒരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വെച്ചിറങ്ങിയതാണ്. എന്നാണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രതീക്ഷിച്ചേക്കാളും അപ്പുറത്തുള്ള സപ്പോർട്ട് കിട്ടിത്തുടങ്ങി. ഐ ആം സോ ഹാപ്പി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാകുന്ന ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചൊക്കെ തുടങ്ങി. അപ്പോൾ അതെനിക്ക് ഒത്തിരി പ്രോത്സാഹനമാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഓരോ സജഷൻസൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ സ്വീകരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ എൻ്റെ വണ്ടിയിൽ നടത്തിയിരുന്ന മോഡിഫിക്കേഷൻസിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടി. അതെനിക്ക് ഒരുപാട് സന്തോഷമായി. നല്ല വ്യൂസ് ഉണ്ട്. എൻ്റെ ലോങ് വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വ്യൂസുള്ള വീഡിയോ അത് തന്നെയാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്നങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും പറയണം എന്ന് കരുതിയിട്ടൊന്നും എടുക്കുന്ന വീഡിയോ അല്ല. ബാക്കി 2-3 വീഡിയോസ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത വീഡിയോയാണ്. പക്ഷേ ഇതിലങ്ങനെയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് ജസ്റ്റ് സംസാരിക്കുക, വണ്ടി ഓടിക്കുക, അത്രയേ ഉള്ളൂ. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അങ്ങ് ഇറങ്ങിയതാണ്. ഇങ്ങനെ വല്ല ഡെസ്റ്റിനേഷനൊക്കെ വെച്ചിട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ നമുക്ക് അങ്ങനത്തെ റൈഡ്സൊക്കെ നടത്താൻ പറ്റും. നമുക്കിവിടെ ഞാൻ താമസിക്കുന്നത് കോട്ടയത്ത് പാലായിലാണ്. അപ്പോൾ പാലായിൽ ഇഷ്ടം പോലെ അടുത്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പോകാനും, ജസ്റ്റ് ഷോർട്ട് റൈഡ് ചെയ്യാനും വീക്കെൻഡ് റൈഡ് ചെയ്യാനും ഒക്കെ. അപ്പം ഒത്തിരി പേര് അഭിപ്രായം പറയാൻ തുടങ്ങി. ചാനലിൽ അത്ര സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഒത്തിരി പേര് കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാരെല്ലാം അഭിപ്രായം പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കിത് വേറെ എല്ലാവരും നോക്കുന്ന പോലെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യണം അങ്ങനത്തെ ഒരു ഇതോടെ തുടങ്ങിയ ചാനലല്ല. എനിക്കിതൊരു എൻ്റെ ഒരു പാഷനാണ്. അത് ഞാനങ്ങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എൻ്റെ ഒരു ഹോബി പോലെ വീക്ക് ഡേയ്സിലെ പിരിമുറുക്കം ഒഴിവാക്കാനും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതിനായിട്ടാണ് ഞാൻ മെയിനായിട്ടും ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. ഒരു ലൈഫില്ല. അപ്പം എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മറ്റേ മോഡിഫിക്കേഷൻ വീഡിയോയുടെ ഇതിട്ട് കഴിഞ്ഞപ്പം ഞാനൊരു ASMR റൈഡ് വീഡിയോ ഇട്ടു. അതിനും അത്യാവശ്യം നല്ല അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിനും ലിങ്ക് കൊടുത്തേക്കാം. അത് നിങ്ങൾ കയറി കണ്ടാൽ മതി. കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനത്തെ അധികം വീഡിയോസൊന്നും നമ്മുടെ ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ചുരുക്കമാണ്. നാട് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിക്ക് എൻ്റെ ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങളെ കാണിക്കുക, ഞാൻ സ്വയം ഇത് കണ്ട് നിർവൃത്തി അടയുക. അതിനു വേണ്ടിയിട്ട് ആണ് ഈ ചാനൽ. ഓക്കെ, ഒരു ഡേഞ്ചർ വളവാട്ടോ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒത്തിരി അപകടങ്ങൾ നടത്തിയിട്ടുണ്ടോ. ഞാൻ സംസാരിച്ച് വന്നിട്ട് ഫോൺ അടിക്കാനും വിട്ടുപോയി. അതും ഒരു കാര്യമാണ്. ഫോൺ അടിക്കേണ്ടതാണ് അവിടെ. ഈ വ്ളോഗ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സംസാരിച്ച് അങ്ങ് പോയി കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോകും. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു 1-2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇൻഡിക്കേറ്റർ നിർത്തിയത്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും മനഃപൂർവ്വമല്ല. ഞാൻ നോർമലി ഓടിക്കുമ്പം എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത്. വ്ളോഗ് ചെയ്ത് സംസാരിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പം ആ കാര്യം വിട്ടുപോയി. അപ്പോൾ പയ്യെ ശീലമായിക്കോളും. ഞാനങ്ങനെ സിറ്റി കൂടെ അങ്ങനെ വ്ളോഗ് ചെയ്യുന്നില്ല ഇപ്പോൾ. അതായത് ഇതൊന്ന് സംസാരിച്ച് നോക്കി ആയതിന് ശേഷം മാത്രമേ മെയിൻ റോഡ്സിലോട്ട് ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ ഇറങ്ങുവാണെങ്കിലും നമ്മുടെ അടുത്തുള്ള ഹൈവേയിൽ ഷോർട്ടായിട്ട് ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാനങ്ങ് മെയിൻ റോഡിലോട്ട് ഇറങ്ങി ഹൈവേ റൈഡ്സ് ഒന്നും നടത്തുന്നില്ല. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ ഏത് ക്യാമറ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത് വ്ളോഗ്. ഞാൻ iPhone 16 വെച്ചിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. പിന്നെ
അതിന് നല്ല ഞാൻ വിചാരിച്ചതിൽ അപ്പുറത്തെ ഔട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് ഒന്ന് എഡിറ്റൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കണ്ടന്റ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര വെയിറ്റാണ്, നിങ്ങൾക്കറിയാലോ ഐഫോണിന് നല്ല വെയിറ്റാണ്. അപ്പോൾ ഞാനിത് ഈ ക്യാമറയിൽ മൗണ്ട് ചെയ്തിട്ട് റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഷോൾഡറിനും കഴുത്തിനും ഒക്കെ വേദന എടുക്കുന്നുണ്ട് ബാക്കിൽ. അതൊരു ഇഷ്യൂ ആണ് അത്. പിന്നെ നമുക്ക് ആ പറയുന്ന പോലെ ആക്ഷൻ ക്യാമറയിലെ പോലെ എത്ര വൈഡ് ആയിട്ടുള്ള ഒരു ഇതും കിട്ടുന്നില്ല, വ്യൂവും കിട്ടുന്നില്ല. അപ്പം ഈ രണ്ട് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാമറാസ് നോക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ എടുക്കാത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ചാനലിലുള്ള ആൾക്കാരെ സ്വീകരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാനതെങ്ങനെ ഫോട്ടോക്കാരെപ്പോഴും എടുക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ക്യാമറയൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് എടുത്തു കഴിഞ്ഞ് ചാനൽ വലിയ റീച്ചൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നതിനോടൊന്നും ഒരു ഇതില്ലാതായി പോവില്ലേ. പിന്നെ യൂട്യൂബ് ചാനൽ എല്ലാം സെറ്റായിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തുമില്ല. അതുകൊണ്ട് ഞാനതങ്ങനെ മെയിൻ റോഡിൽ നിന്ന് മാറിയേക്കാം. വ്ലോഗ് ചെയ്യണമെന്ന് ചോദിക്കുന്നവന്മാർ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം തൽക്കാലം ആദ്യം ഫോൺ വെച്ച് തുടങ്ങാമെന്ന് വെച്ചത്. എന്നിട്ട് പയ്യെ ക്യാമറയൊക്കെ വാങ്ങാമെന്ന്. ഇപ്പം ഞാൻ ഓർക്കുന്നു, വിചാരിച്ചത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊരു ക്യാമറ വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞു. DJI മേടിച്ചാലോ എന്നിങ്ങനെ ഒരു പ്ലാനുണ്ട്. കാരണം ഞാൻ യൂട്യൂബിൽ റിവ്യൂ ഒക്കെ നോക്കിയപ്പോഴും അതിനാണ് ഗോപ്രോയുടെ കാലം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം DJI ആണ് മികച്ച് നിൽക്കുന്നത്. DJIയുടെ ആക്ഷൻ ക്യാമറ 5, പിന്നെ DJI ആക്ഷൻ 5 അങ്ങനെ അതിൻ്റെ മോഡൽ പറയുന്നത്. പിന്നെ നമ്മുടെ മൈക്കും അതിൻ്റെ തന്നെ വാങ്ങിയാലോ എന്നൊരു പ്ലാനുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് അത്ര ക്വാളിറ്റി മൈക്കൊന്നുമല്ല. അപ്പം അതിൻ്റെ പോരായ്മ വീഡിയോക്കകത്തും അറിയാനുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ എന്തായാലും ഉടനടി പരിഹരിക്കുന്നതാണ്. അപ്പോൾ അതുവരെ ഇത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ദൈവമേ, മഴ പെയ്യുമോ? രണ്ടും മൂടി വരുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ പ്രശ്നമാണ്. ചെറിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ മൈക്കും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് മഴയത്ത് ഓടിക്കാം. ഇതാണെങ്കിൽ നൈറ്റ് റൈഡ്സിനും പാടാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ആരാടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് റൈഡ് വീഡിയോ എടുക്കുന്ന നല്ലതായിരിക്കും. അതും ചെയ്യണം. ഞാൻ ഇതിലിതുവരെ എടുത്ത് നോക്കിയിട്ടില്ല, അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്യാമറ വന്നു കഴിയുമ്പം എല്ലാം സെറ്റാക്കി ചെയ്യണം. അതിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ വീടിനടുത്തൂടെയുള്ള കുഞ്ഞു കുഞ്ഞു വഴികളാണ്. ഞാൻ ഇത് വ്ളോഗ് ചെയ്യുന്നതിന് മുമ്പും ഇതിലൂടെ ചുമ്മാ ഈ ഞായറാഴ്ച ഈ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ വെറുതെ ഓടിക്കും. രാവിലെ ആയിരിക്കും ഞാൻ മിക്കവാറും ഇറങ്ങുക. ഇന്നിപ്പോൾ രാവിലെയൊക്കെ മഴയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ രാവിലെ ആയിരിക്കും മിക്കവാറും വണ്ടി എടുത്ത് ഇങ്ങനെ ചുമ്മാ ഇറങ്ങുന്നത്. അങ്ങനെ ഡെസ്റ്റിനേഷനൊന്നുമില്ല, വണ്ടി ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എൻ്റെ സ്ഥലമായതുകൊണ്ട് പറയല്ലേ, എനിക്കിവിടെ എല്ലാം അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ക്യാമറയുടെ ആംഗിളിൽ നോക്കുമ്പോൾ നല്ല റോഡ്സുമാണ്. പാലായിലെ റോഡ് അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വണ്ടി ഓടിക്കാൻ അതൊരു പോസിറ്റീവ് എലമെൻ്റാണ്. നമുക്കിപ്പം മോശം റോഡുകൾ അധികമില്ല. ഉണ്ട്, തീരെ ഇല്ലെന്നല്ല ഉണ്ട്. പക്ഷെ നമുക്ക് ഭൂരിഭാഗം റോഡുകളും നല്ല റോഡാണ്. നമുക്ക് ചുമ്മാ ഇങ്ങനെ ഡിസ്റ്റൻസ് ടേൺസ് എടുത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാനൊക്കെ രസമായില്ല. ഞാനിപ്പം ആക്ഷൻ ക്യാമറ എടുത്തു കഴിയുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് നല്ല 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 റൈഡ്സൊക്കെ കണ്ടക്ട് ചെയ്യും കേട്ടോ. എനിക്ക് ഈ ഒരു സെറ്റപ്പിൽ കുറച്ച് പാടാണ് ഷൂട്ടിങ്. ഞാൻ ഡെയിലി ഞാൻ ഈ വണ്ടി എടുക്കാറില്ല. മഴയില്ലെങ്കിൽ ഞാൻ എടുക്കും. ഇത് മഴയത്ത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം ഇതിൻ്റെ ഈ ക്രോം പാർട്ടിക്കിൾസ് ഒക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. പിന്നെ നമ്മൾ ആ ഒരു ഫോട്ടോസോളിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അത് ഉപയോഗിച്ചാൽ ഞാൻ ഈ
ക്രോം എൻജിൻ കേസൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ കറ പെട്ടെന്ന് ഈ ചെളിവെള്ളം അടിക്ക് ഒരു വൈറ്റ് പോലെ വന്നിട്ടൊരു മാർക്ക് വീഴും അതിൽ. അപ്പം അത് പിന്നെ നമ്മളിതിട്ട് റബ്ബ് ചെയ്ത് ഈ വണ്ടി ഇങ്ങനെ മോശമായിട്ടിരിക്കുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ല. നമ്മളത് സ്വാഭാവികമായിട്ടും വീക്കെൻഡ് കയറി റബ്ബ് ചെയ്യാനായിട്ട് ഇരിക്കേണ്ടി വരും. പെട്ടെന്ന് ഇത് മുഷിയും. അത് റോയൽ എൻഫീൽഡ് പരിഹരിക്കേണ്ട ഒരു പ്രോബ്ലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽ ജസ്റ്റ് ഈ വെറുതെ ഒരു കേസ് വരാതെ അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു അഡീഷണൽ പെയിൻ്റ് അല്ലാത്ത ഈ ഒരു ഗ്ലേസിങ് വരുന്ന എന്തെങ്കിലും ഒരു ഫോം ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം ബാക്കി ക്രോം ആയിട്ട് വരുന്ന എഞ്ചിൻ കേസുള്ള ബൈക്കുകളിലെല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കാറുണ്ട്. ഇതുപോലെ എല്ലാ ആഴ്ചയും റബ്ബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തുരുമ്പിൻ്റെ ഇഷ്യൂ ഓഫ് കോഴ്സ് റോയൽ എൻഫീൽഡിന് ഇപ്പോഴും അതുണ്ട്. അതൊന്നും അവർക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഈ വണ്ടി ഓൺ റോഡ് എടുക്കുമ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും എത്ര രൂപയായിരിക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 ലക്ഷം രൂപ അടുത്താണ് ഈ വണ്ടിയുടെ വില. അപ്പം നമ്മൾ അത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഈ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഇപ്പോഴും ഇതിനകത്ത് കിട്ടുന്നൊന്നുമില്ല. ഓവർ പ്രൈസ്ഡാണ്. ഡെഫിനറ്റ്ലി ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പഴയ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. ഭയങ്കര മോശം ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ടായിരുന്നു. ഞാൻ 350 ഉപയോഗിക്കുമ്പം എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അതിൻ്റെ ബെൻ പൈപ്പ് തുരുമ്പിക്കാൻ തുടങ്ങി. ഇതിൽ അത്രയും പ്രശ്നം കാണുന്നില്ലെന്നുള്ളൂ. എന്നാലും ഉണ്ട്. ഞാൻ ആ ബെൻ പൈപ്പിൻ്റെ കണക്ഷൻ വരുന്ന ആ ഭാഗത്ത് തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവർ പറയാറുണ്ട് എണ്ണ തൂത്ത് വെച്ചാൽ മതി എന്ന് തുരുമ്പിക്കാതിരിക്കുമെന്ന്. എണ്ണ തൂക്കും, ഒരു കഴുക്ക് കഴിയുമ്പോൾ അതാ എണ്ണയൊക്കെ പോകും. പിന്നെ നമ്മൾ എപ്പോഴും എണ്ണ തെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അതിന് നല്ല ഇവർക്ക് ഈ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ പോരെ. പരിഹരിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡ്രീം ബൈക്ക് ലോട്ട് എത്താനുള്ള ഒരു സ്റ്റെപ്പാണ് ഈ വണ്ടി. വണ്ടി അടിപൊളിയാട്ടോ. വണ്ടി എൻജിൻ സൈഡ് നോക്കുവാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഭാഗമാണ് ഇതിൻ്റെ എൻജിൻ ഓഫ് കോഴ്സ് ലുക്കും അടിപൊളിയാണ്. ലുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഷോറൂമിൽ എന്തിനാണ് പോയത്, ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷോറൂമിൽ പോയായിരുന്നു. ഞാൻ നമ്പർ ബുക്ക് ചെയ്തെടുത്താണ്. ഈ എൻ്റെ വണ്ടിയുടെ കാറിൻ്റെ ബൈക്കിൻ്റെ ഒരേ നമ്പരാണ്, ഫാൻസി ഒന്നും അല്ലെങ്കിൽ ഒരേ നമ്പരാണ്. അപ്പം ഞാൻ അതിന് പോയി അവിടെ ഇരുന്നപ്പം അവിടുത്തെ ഷോറൂം ചേച്ചി അവിടെ ഇരിക്കുക. അപ്പം ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് ഫ്രണ്ട് വെച്ചിരിക്കുക. ഫ്രണ്ട് വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാർ ഈ വണ്ടിയെ നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നു. ഈ വണ്ടിയിൽ എന്നെ ഇരിക്കുന്നു ഇത്ര ഈ വില ഉണ്ടാകാനും വേണ്ടി എല്ലാവരും എന്നെ കണ്ടിട്ട് ഈ വണ്ടി എടുക്കുന്നതെന്നുള്ള രീതിയിലൊരു ചോദ്യം. ഇൻ്റർസെപ്റ്ററെ ഞാൻ തൊട്ട് കുറേ ഇരിക്കുന്ന പുള്ളിക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. അന്നേരം എന്താ അവിടെ ഫ്രണ്ടിൽ ഇരുന്ന ഒരാൾ എന്നെ കണ്ണുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരെ കാണിച്ചു കൊടുത്തു ഞാനിവിടെ ഇരിപ്പുണ്ടെന്നുള്ളത്. അയ്യോ നോക്കുന്നു. അപ്പം നോർമൽ ആൾക്കാർക്ക് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഇത്രയും സെറ്റപ്പുള്ള വണ്ടികളാണെന്നൊന്നും അറിയത്തില്ല. ഷോറൂമിൽ നിൽക്കുന്ന ആളെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. വണ്ടിയെപ്പറ്റി എന്തെങ്കിലും ഒരു നോളജ് വേണം. വണ്ടി ഇന്നതാണെന്നും. ഉണ്ടോ മോശം റോഡും ഉണ്ട് കേട്ടോ പാലായിൽ. ഷോറൂമിൽ നിൽക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ വണ്ടിയോടൊരു താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരെ അതിൽ നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ജോലിയായിട്ട് മാത്രം കയറി കഴിഞ്ഞാൽ അത് ആ ജോലിക്ക് ഒരു ഇൻട്രസ്റ്റും കാണത്തില്ല. വരുന്നത് നമുക്ക് കസ്റ്റമേഴ്സിനും അതൊരു ഒരു രസം കാണത്തില്ല. നമ്മൾ പറയുന്നതിനനുസരിച്ച് ചാടി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് ആ ഷോറൂമിലോട്ട് പോകാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നു, സർവീസ് ചെയ്യുന്നു, പോരുന്നു. അതുകൊണ്ട് പിന്നെ അതൊരു പ്രശ്നമില്ല. വണ്ടി എടുത്ത സമയത്തും പുള്ളിക്കാർ തന്നെ എന്നെ ഡീൽ ചെയ്തേ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞവരാണ് എനിക്ക് അവിടുത്തെ ഓണേഴ്സിനെയൊക്കെ അറിയാവുന്ന. അപ്പം അതുകൊണ്ട് ഞാനത് മൈൻഡാക്കിയില്ല. നമുക്ക് വണ്ടി പെട്ടെന്ന് കിട്ടി, അവരിടപെട്ടുകൊണ്ട് പോട്ടെന്ന് വെച്ചു. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്നൊരു ഫീല്.
ഓക്കെ. അപ്പം പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നോർമൽ ആൾക്കാർക്ക് ഈ വണ്ടി എന്താണെന്നോ എന്നാന്നോ കാണുമ്പം പെട്ടെന്ന് ഇതന്നെ RX-100 പോലെ ഇരിക്കുന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊന്ന് നോക്കുമ്പോൾ 2 കുറ്റിയൊക്കെ ഇരിക്കുന്നതാണ്, കൊള്ളാം. അപ്പം ചോദിക്കുന്നതിന് എത്ര രൂപയാണ്. അല്ലാതെ വഴികൂടെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പം ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് ലുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് ഈ വണ്ടി ഏത് രൂപത്തിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ള പോലെ ഈ വണ്ടി കൊണ്ടു നടക്കാം. ഓരോ ഇൻ്റർസെപ്റ്റും നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഓരോന്നും അവരവരുടെ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന രീതിക്കായിരിക്കും വണ്ടി ഇരിക്കുക. സ്റ്റോക്കായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്, അവരവരുടെ രീതിക്ക് ആക്കുന്നവരുണ്ട്. ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, പലരും പല രൂപത്തിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കേരളത്തിലെ ഇന്ത്യയിലെ കാര്യമല്ല, വേൾഡ് വൈഡ് ഈ വണ്ടിക്ക് നല്ല സ്വീകാര്യതയുണ്ട്. അപ്പം എൻഫീൽഡ് അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു. എല്ലാവരും പറയുന്ന എഞ്ചിൻ കേസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ആ എഞ്ചിൻ കേസൊക്കെ ഒന്ന് അടിപൊളിയാക്കുവാണെങ്കിൽ വണ്ടി കുറച്ചുകൂടി അടിപൊളിയാണ്. നല്ല രീതിക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. വണ്ടി അടിപൊളിയായിട്ട് സെയിലാകും, ഇതിലും കൂടുതൽ സെയിലാകും. ഈ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ട് ഈ വണ്ടിയുടെ കേസൊക്കെ ആണെങ്കിലുണ്ടല്ലോ, വണ്ടി എന്ത് രസമാണ് കാണാൻ. ഞാനത് ഇൻസ്റ്റയിൽ ഇങ്ങനെ ആൾക്കാർ പുറത്ത് ഇലക്ട്രോപ്ലേറ്റിങ് ചെയ്തിട്ട് കേസ് എടുത്തിടുന്നത് കണ്ടിട്ടുണ്ട്. കണ്ണു മുമ്പിപ്പോൾ അതുപോലത്തെ രസമാണ് കാണാൻ. കുത്തുകയറ്റം നമ്മുടെ ഭാഷയാണ്, നിങ്ങളെങ്ങനെയാണ് പറയുന്നത് ഇതിന്? കുത്തുകയറ്റം ഇത്. ഇവിടെയൊക്കെ നിരപ്പ് വഴികൾ കുറവാണ് തീരെ. നമുക്കെല്ലാം ഇതുപോലത്തെ കയറ്റ ഇറക്കമുള്ള വഴികളാണ്. അപ്പം അങ്ങനത്തെ വഴികളിലൊക്കെ ഒരിക്കൽ ഈ വണ്ടിക്ക് ഒരു മടുപ്പുമില്ല. അങ്ങനെ ചുമ്മാ പോയിന്റിനെ കൈ കൊടുക്കുന്നുണ്ട് കയറ്റം കയറാനായിട്ട്. അല്ല പുഷ്പം പോലെ കയറിപ്പോന്നു. എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം, ഞാൻ ട്വിൻ സിലിണ്ടർ ഓടിക്കുന്ന ആദ്യമായിട്ട് കേട്ടോ, ഈ വണ്ടിയാണ്. അല്ലാതെ ഞാൻ ഒറ്റ വണ്ടി ഓടിച്ചിട്ടില്ല. പിന്നെ ഫ്രണ്ടിൻ്റെ GT ഓടിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ വണ്ടികളൊന്നും ഞാനങ്ങനെ ഓടിച്ചിട്ടില്ല. എനിക്ക് സൂപ്പർ ബൈക്ക് ഓടിക്കണമെങ്കിൽ താല്പര്യമുണ്ട്, പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല. നോർമൽ അല്ലാത്ത ഒരുമാതിരി വണ്ടികളൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട് സിംഗിൾ സിലിണ്ടറിൻ്റെ. സൂപ്പർ ബൈക്ക് ഓടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്നേഹസമ്പന്നരായ ആൾക്കാർ എനിക്ക് ആ വണ്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിക്കാൻ തരുമെന്ന് വിചാരിക്കുന്നു. ഒരു വീഡിയോ എടുക്കാൻ, ഒരു ASMR വീഡിയോ, അല്ലാതെ അതിൻ്റെ റിവ്യൂ പറയാനൊന്നുമല്ല. പിന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ചുമ്മാ പറഞ്ഞ കേട്ടോ, അങ്ങനെയൊന്നും ആരും തരത്തില്ല. അപ്പം ഞാനാണ് അതുകൂട്ടൊരു വണ്ടി ഓൺ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. അയ്യോ എനിക്ക് പേടിയോ. അപ്പം കൂടുതൽ കണ്ടന്റുമായിട്ട് ഞാൻ ഇനിയും വരും. നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനി ഈ ചാനലിലിടും. ഇപ്പം തരുന്ന പോലത്തെ സപ്പോർട്ട് ഞാൻ അന്നേരം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നുണ്ട്. കുറച്ചുകൂടെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഇതുവരെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അപ്പം ബൈ.